ഇവര് പറയണ 100 യഥാർത്ഥത്തിൽ ദീനിന്റെ 100ആയിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമല്ല. ഒരാള് ഇപ്പൊ കഴിഞ്ഞ ദിവസം കർണാടകയിൽ പോയിട്ട് നടത്തിയൊരു പ്രസംഗം, നമ്മളെ പഴയ കൂട്ടുകാരനാ മാളിയക്കൽ സഖാഫി. അയാളിപ്പോ മറ്റാൾക്ക് സ്വീകാര്യത കുറഞ്ഞിരിക്കുന്നു. ആർക്ക്? നിഴൽവാദിക്ക് സ്വീകാര്യത കുറഞ്ഞപ്പോ കിട്ടിയ ചാൻസിൽ കുറച്ചൊക്കെ അങ്ങനെ അവഗണനയുടെ ചാട്ടവാറേറ്റു കരിവാളിച്ചവനായി പുറന്തള്ളപ്പെട്ട വ്യക്തി ഇപ്പൊ ഒന്ന് രംഗപ്രവേശനം നടത്തുക. ആര്? നമ്മളെ മാളി ഒന്ന് ഫോമാവുന്നുണ്ട്. മാളിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല. തൽക്കാലം ഞങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ. മാളിയാണ് പറയണത്. അപ്പൊ മാളി നമ്മളോട് പറയും 100ന്റെ അവകാശികൾ ആരാ? അതൊന്ന് തുടങ്ങാൻ നമുക്ക് വെച്ചുകൊടുക്കും. 30 കൊല്ലം മുമ്പ് 60ാം വാർഷികം ആഘോഷിച്ച സമസ്തയുടെ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ. 40 കൊല്ലം കഴിഞ്ഞ് നാം 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ. ഇങ്ങനെ ഒരു 100 ഈ 100ന്റെ ഉള്ളടക്കത്ര നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. 70 കൊല്ലായ SYS ഇല്ലാത്ത ഒരു 100, 50 കൊല്ലായ SSF ഇല്ലാത്ത ഒരു 100, 60 കൊല്ലമായ കൊടി പതാക ഇല്ലാത്ത ഒരു 100, 40 കൊല്ലമായ സിറാജ് ഇല്ലാത്ത ഒരു 100, 53 കൊല്ലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സുൽത്താനുൽ ഉലമ ഇല്ലാത്ത ഒരു 100. ഈ 100 നമ്മളീ പറഞ്ഞ 100 ഉണ്ടല്ലോ, ഇപ്പോഴും വേണമെങ്കിൽ 100 എണ്ണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ 100. ഈ 100ന്റെ ആഘോഷമാണ്. സിറാജ് ഉള്ളത്, SYS ഉള്ളത്, SSF ഉള്ളത്, കൊടിയുള്ളത്, 70 ഉള്ളത്, 50 ഉള്ളത്, പതാകയുള്ളത്, സുൽത്താനുൽ ഉലമയുള്ളത്. അതിനൊക്കെ പുറമെ അചഞ്ചലമായ ആദർശമുള്ള 100, അചഞ്ചലമായ ആദർശമുള്ള 100. ഈ 100ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇങ്ങനെയുണ്ട് സാറില്ലേ? മുപ്പര് അവസാനം പറഞ്ഞിടത്ത് ഞാൻ ആരംഭിക്കുകയാണ്. അചഞ്ചലമായ ആദർശമുള്ളൊരു 100. എങ്ങനെ? അചഞ്ചലമായ ആദർശമുള്ളൊരു 100. നമ്മളെ പിടുത്തവിടെ. മറ്റേ കൊടിയും വടിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒക്കെ നമുക്ക് വരാം. അവിടേക്കൊക്കെ നമുക്ക് വരാം. കൊടിയും വടിയൊക്കെ നമുക്ക് വരാം. ഈ അചഞ്ചലമായ ആദർശം ഏതാ മാളിയെ? അചഞ്ചലമായ ആദർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് റസൂലുമായി ബന്ധപ്പെട്ട കലിമത്തു തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഘടകം, അതിനെ മാറ്റി നിർത്തിയിട്ട് എന്ത് അചഞ്ചലമായ ആദർശാണോ നിങ്ങൾക്കുള്ളത്? ആ മുത്ത് റസൂലായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ AP സമസ്ത നിലനിൽക്കുന്ന അവസ്ഥ എവിടെ? ഇപ്പൊ നിങ്ങൾ എവിടെ നിലനിൽക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മുസ്ലിം ലോകം സ്വീകരിച്ചു പോരുന്ന നിലപാടെന്താ? അചഞ്ചലമായ ആദർശം എന്താ? അന്നും ഇന്നും എന്നും മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത് ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ പ്രമുഖരായ ജാബിർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ലോകത്ത് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടി ഏതാ? ഉടനെ മുത്ത് റസൂലിന്റെ മറുപടി, യാ ജാബിറു, ഓ പ്രിയപ്പെട്ട ജാബിറേ, നിന്റെ നബിയാകുന്ന എന്റെ നൂറിനെയാണ് അല്ലാഹു ലോകത്താദ്യമായി സൃഷ്ടിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നൂറാണ്. ആ നൂറായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബരായ തങ്ങളുടെ നൂറാനിയത്തിനെ അംഗീകരിച്ചിട്ടാണോ ഈ 100 നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ എങ്ങനെ 1989 തുടങ്ങിയത് 2027 ആവുമ്പോഴത്തേന് 100 ആവുക? അത് ഏത് കണക്കാ? അവിടേക്ക് നമുക്ക് വരാം. അത് ഏത് ഗണിത ശാസ്ത്രമാണത്? അത് ഗണിച്ചിട്ടും ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒന്നും കിട്ടണില്ലല്ലോ. അത് എങ്ങനെയാണ് ഇപ്പൊ? അത് ഇവര് തന്നെ, ഇവരെ കോളേജിൽ നിന്ന് തന്നെ, അത് നോളേജ് സിറ്റിയിൽ നിന്ന് തന്നെ വരണം അതിന്റെ റിസൾട്ട്. 1989 തുടങ്ങണത്, 2027 ആകുമ്പോഴത്തേന് 100 ആവുക. അതാവട്ടെ, നമുക്ക് അവിടേക്ക് വരാം. അതേസമയം ഞങ്ങൾ ചോദിക്കുന്നു,
ആ ഹബീബരായ തങ്ങളുടെ നൂറാനിയത്തിനെ നിഷേധിച്ചിട്ട് ഏത് നൂറാണോ നിങ്ങൾ ആഘോഷിക്കണത്? നിങ്ങളെ നൂറേതാന്നറിയോ? നമ്മളെ വല്യന്മാര് വെറ്റിലേര് തോണ്ടണ നൂറില്ലേ, നൂറ് മലപ്പുറത്തൊക്കെ പറയില്ലേ നൂറ് അല്ലേ? മറ്റേ ആ ചുണ്ണാമ്പിന്, ഞങ്ങൾക്കൊക്കെ തൃശ്ശൂർക്ക് ചുണ്ണാമ്പ് എന്നാ പറയാ, ഇവിടെ എന്താ നൂറ്. ആ നൂറാണെങ്കി ഓക്കെ. ഏത് നൂറാണോ നിങ്ങൾ ആഘോഷിക്കണത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നൂറാനിയത്തിനെ നിഷേധിച്ചുകൊണ്ട് പുത്തൻവാദികൾ വന്നപ്പോ അതിനെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അക്കാലഘട്ടത്തിലെ മശായിഖന്മാരെ നിർദ്ദേശത്തിൽ ഉലമാ സ്വീകരിച്ച നിലപാട് എന്തിനേറണോ ഈ പ്രസംഗിച്ച മാളിയക്കൽ സഖാഫിയുടെ ഉസ്താദായ സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അദ്ദേഹം തന്നെ ആ മഹാനരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാനിയത്തിനെതിരായ പരാമർശം നടത്തിയപ്പോൾ അതിന് ഖണ്ഡനം നടത്തിയിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ സുൽത്താനുൽ ഉലമ ഇല്ലാത്ത നൂറ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ എ പി ഉസ്താദ് നൂറാനിയത്തിനെതിരെ വഹാബി പ്രസംഗിച്ചപ്പോ അതിനെതിരെ ശക്തമായ നിലപാട് അവിടുത്തെ യുവത്വം തുളുമ്പുന്ന സമയത്ത് പ്രസംഗിച്ചിട്ടില്ലേ? ആ നിലപാടിൽ ഇന്നുണ്ടോ മാളിയക്കലെ നിങ്ങൾ? നിങ്ങളുടെ എ പി സമസ്ത എന്ന് പറയുന്ന ടീം ഇന്ന് ആ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാനിയത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങളെ സമസ്തയുടെ സെക്രട്ടറി ഈ പരിശുദ്ധമായ ദീനിനെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി വർത്തമാനകാല കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായ, ഏറ്റവും വലിയ ലക്ഷണം കെട്ടവരായ പേരോട്ടുകാരൻ മൗലവി, വഹാബികൾ അവരുടെ വഹാബീസത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ചരക്കല്ലേ സാക്ഷാൽ പേരോട്ടുകാരൻ. അയാൾക്ക് ഹബീബരായ തങ്ങളുടെ നൂറാനിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ പറയുന്ന സുൽത്താനുൽ ഉലമയുടെ നിലപാടിൽ അയാളുണ്ടോ? പറ മറുപടി. വലിയ ആവേശത്തിന് പറഞ്ഞാ പോരാ മാളി, മറുപടി പറ. അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാനിയത്ത് ഹബീബരായ തങ്ങൾക്ക് ഒരു സമയത്തും ഒരു ഘട്ടത്തിലും ഒരു സ്ഥലത്തും ഹബീബരായ തങ്ങൾക്ക് ആ നൂറാനിയത്ത് നിഷ്പ്രഭമാകുന്ന, അതില്ലായ്മയാകുന്ന സമയമില്ല. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ ആ സമയത്ത് അവിടെ ലുൽമാനിയത്താണ് വരിക. അത് ഹബീബരായ തങ്ങളുടെ കമാലിയത്തിനോട് യോജിച്ചതല്ല. ഹബീബരായ തങ്ങൾ നൂറാണ്. നൂറും മിൻ നൂരില്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്, നൂറുൻ അലാ നൂർ മുഹമ്മദുർ റസൂലുള്ളാഹ്, നൂറുൻ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ്, ഐനുൻ നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അസ്ലുൻ നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ നൂറാനിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നൂറാഘോഷിക്കാൻ പോകുന്നു എന്ന് പറയുന്ന കപടന്മാരായ വഹാബികൾക്ക് എല്ലാം നിലക്കും ഏണി വെച്ചു കൊടുക്കുന്ന എ പി സമസ്തയുടെ സാക്ഷാൽ മുസാവറ സെക്രട്ടറി പേരോട്ടുകാരന്റെ നിലപാടെന്താ കേട്ടു നോക്കൂ നിങ്ങൾ. അങ്ങനെ റബീഉൽ അവ്വൽ മാസമായപ്പോൾ ദഖല അലൈഹാ, നബി തങ്ങൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു ചെന്നു. ആ കടന്നു ചെന്ന സംഭവം പറയുകയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ. ഫറഅത്തു ളില്ലഹു, അങ്ങനെ നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ നബിയുടെ നിഴൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ ആ സൈനബ ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. ഫഖാലത്ത്, ആ നിഴലാണ് ആദ്യം കണ്ടത്. നിഴൽ കണ്ടപ്പോൾ മഹദി പറഞ്ഞു, ഇന്ന ഹാദാ ലളില്ലു റജുലിൻ, ഇതൊരാണിന്റെ നിഴലാണല്ലോ. വമാ യദ്ഖുലു അലയ്യ. പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുക, പച്ചയായി ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദ് പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തു ഈ ലക്ഷണം കെട്ട മൗലവി. എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴല് കണ്ടു അത്രേ. എടോ, നിഴലില്ലാത്ത മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലെങ്ങനെ പിന്നെ കാണല്? അത് ആരിലേക്ക് ചേർത്തി വെച്ചിട്ടാ പറയുന്നത്? അവിടുത്തെ പ്രിയപ്പെട്ട പത്നി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ബീവി സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബ ബീവി കണ്ടു. ആരെ നയല്? മുത്തു റസൂലിന്റെ നയല്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് ആ സമയത്ത് ലുൽമാനിയത്തായിരുന്നു എന്നല്ലേ ഈ മൗലവി പറഞ്ഞത്? നിങ്ങൾ നൂറാഘോഷിക്കല്ലേ?
നൂറാനിയത്തില്ലാത്ത നിങ്ങളെങ്ങനെ, അത് അംഗീകരിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ നൂറാഘോഷിക്കാൻ പറ്റും? പോരാ. ആ ഐനുന്നൂറായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധിയെ പരിരക്ഷിക്കാൻ അള്ളാഹു സംവിധാനിച്ചതാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ എല്ലാ മ്ലേച്ഛ വസ്തുക്കളിലും പോയിരിക്കുന്ന ഈച്ച ഇരിക്കില്ല. ഈ വിഷയത്തിൽ നൂറാഘോഷിക്കാൻ പോകണ നിലപാടെന്താ? അചഞ്ചലമായ ആദർശം, തേങ്ങാ കൊലങ്ങളുടെ ആദർശം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കും എന്ന് വഹാബി പണ്ട് പ്രസംഗിച്ചപ്പോ അതിന് മറുപടി പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്ത, ആ സമസ്ത അതിന്റെ പേരിൽ അങ്ങൾ വ്യാജം ഉണ്ടാക്കിയിട്ട് നിങ്ങളിപ്പോ നൂറാഘോഷിക്കണം അല്ലേ? ആ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ഈച്ച ഇരിക്കൂല എന്ന ദീനിൽ സ്ഥിരപ്പെട്ട വിഷയത്തെ മുത്തു റസൂലുള്ളാഹിയുടെ ഖസായിസിനെ ചോദ്യം ചെയ്തതാ വഹാബി. അതിനെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയതാ സമസ്ത. എന്നിട്ട് ഇപ്പൊ നിങ്ങളെ സമസ്തയുടെ സെക്രട്ടറിയുടെ നിലപാടെന്താ? കേൾക്കട്ടെ. പിന്നെ പ്രവാചകന്റെ മുടിയിൽ ഈച്ച പോലുള്ള വസ്തു ഇരിക്കൂല. ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല. തങ്ങളെ വസ്ത്രത്തിൽ ഇരിക്കൂല എന്നാണ് ഇവിടെ ഇബാറത്തിൽ ഉള്ളത്. അതിന്റെ അർത്ഥം അത്രയും മഹത്വം അതിനുണ്ട്. എങ്ങനെയുണ്ട്? ഇയാളെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കേണ്ട ആശുപത്രി അതാ. റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഈച്ചരിക്കില്ല എന്നില്ല, പിന്നെ വസ്ത്രത്തിൽ ഇരിക്കില്ല എന്നുള്ളൂ. ഫളുലൻ അൻ ജസദിഹി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ശരീരത്തിൽ വസ്ത്രത്തിൽ ഇരിക്കാതിരിക്കാനുള്ള കാരണം എന്താ മൗലവി? അതാ ശറഫാക്കപ്പെട്ട ശരീരവുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ആ വസ്ത്രം. ആ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഈച്ചയിരിക്കില്ല, പിന്നെ എങ്ങനെ ശരീരത്തിൽ ഈച്ചയിരിക്കല്? നിങ്ങളാണോ അചഞ്ചലമായ ആദർശത്തിന്റെ ആളുകൾ? ഏതാദർശാണോ നിങ്ങളുടെ ആദർശം? പോരാ. ആ ഹബീബരായ മുത്തു റസൂൽ, നൂറായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തെ കരിച്ചു കളയാനുള്ള ഒരു സൃഷ്ടിയെയും അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. ഇതാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം. എടോ, ഇബ്രാഹിം നബിയെ നമ്രൂദ് ഒരുക്കി അഗ്നികുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടില്ലേ? അല്ലേ? ഇബ്രാഹിം നബി പോയിട്ട് തീയിലേക്ക് ചാടിയതാ. നിങ്ങളെ പുതിയ വാദം എന്താ? പേരോട് മൗലവിയുടെ പുത്തൻ വാദങ്ങളിൽപ്പെട്ട ഒരു പുതിയ വാദം എന്താ? ഇട്ടാൽ കരിയും, വീണാൽ കരിയില്ല. ഇട്ടാൽ കരിയും, വീണാൽ കരിയൂല. നിങ്ങളാ നൂറാഘോഷിക്കണേ? നിങ്ങളതാ അചഞ്ചലമായ ആദർശം. എടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തെ കരിച്ചു കളയാൻ പറ്റുന്ന ഒരു തീയിനെയും അല്ലാഹു ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ലടോ. ഇതാ മുസ്ലിമീങ്ങളെ വിശ്വാസം. ഇബ്രാഹിം നബിയെ അഗ്നികുണ്ടാരത്തിലേക്ക് എടുത്തെറിഞ്ഞതല്ലേ നമ്രൂദ്? ആ ഇബ്രാഹിം നബിയിൽ ഉണ്ട് എന്ത്? ഐനുന്നൂറായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള അൻവാർ ഉള്ളവരാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ അൻവാറുകളിൽപ്പെട്ടവരവര്. ആ ഐനുന്നൂറായ മുത്തു റസൂലിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട നൂറ്, ആ നൂറിനെ സ്വാംശീകരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമത്തെ പോലും കരിക്കാൻ നമ്രൂദ് ഒരുക്കി വെച്ച അഗ്നികുണ്ടാരത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ ഐനുന്നൂറായ മുത്തു റസൂലിനെ കരിക്കാൻ പറ്റുന്ന തീയോ? ഇല്ല. ചിന്തിക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഈ പേരോട്ടുകാരൻ നൂറാഘോഷിക്കാൻ പോവല്ലേ? അചഞ്ചലമായ ആദർശം പറയണം മാളി മറുപടി. നിങ്ങളെ കുഞ്ഞാടുകളെ മുമ്പിൽ ഇങ്ങനെ ഊക്ക് കാട്ടിയിട്ട് മുഷ്ടിൻ ചുരുട്ടിയിട്ട് ആവേശം കാണിച്ചാ പോരാ, പറ മറുപടി. എന്താ ചഞ്ചലമായ ആദർശാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് 100ാം വാർഷികം ആഘോഷിക്കാൻ എന്തു കോപ്പാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം തീയിലിട്ടാൽ കരിയും എന്ന് നിങ്ങളുടെ നേതാവ്, നിങ്ങൾ നൂറാഘോഷിക്കുന്ന വ്യാജ സമസ്തയുടെ സെക്രട്ടറി പേരോട്ടുകാരൻ പറയുന്നു. കേട്ടു നോക്കൂ നിങ്ങൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കത്തിച്ചാൽ കത്തൂല, അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞത് തീയിൽ നബി തങ്ങളുടെ ഒരു മുടി വീണാൽ കരിയൂല. തീയിലിട്ടാ കരിയൂല എന്നല്ല, എറിഞ്ഞാ കരിയൂല എന്നല്ല, കത്തിച്ചാ കരിയൂല എന്നല്ല, വീണാൽ കരിയൂല. അതേതുപോലെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം, ലൗ കുതിബൽ ഖുർആൻ.
ഇതേത് ദീനാണോ? അതേത് അചഞ്ചലമായ ആദർശ? നിങ്ങളെ ആദർശത്തിന് അചഞ്ചലമില്ല, നിങ്ങളിങ്ങനെ ചഞ്ചലമായ ആദർശ. നിങ്ങളെ ആദർശത്തിന് നിലനിൽപ്പില്ല. നിങ്ങൾ വഹാബിയുടെ തൗഹീദുമായി ഞങ്ങളെ ആദർശം. നിങ്ങൾക്ക് എന്താ അചഞ്ചലമായ ആദർശടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏതെങ്കിലും ഒരു ഉലമാ പേരോട് വരെയുള്ള, നിങ്ങൾ പറയണ സമസ്തയുടെ സെക്രട്ടറി അല്ലോ പേരോട്, ഈ ചെങ്ങാതിയുടെ മുൻപുള്ള ഏതെങ്കിലും ഒരു ഉലമാ, അഹ്ലുസുന്നയുടെ ഉലമാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളിൽ ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാമർശം നടത്തിയിട്ടുണ്ടോ? ഇനി കേട്ടോളൂ നിങ്ങൾ. ഹബീബരായ തങ്ങളെ നിന്ദിക്കുക, ഇത് കുലത്തൊഴിലാക്കിയ വഹാബിയെ പ്രതിരോധിക്കാൻ ഇവിടെ സംവിധാനിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്തയത്ര ബരെ സമസ്ത അതിന്റെ 100ാം വാർഷികത്തിര വടിയും കൊടിയൊക്കെ ഉണ്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക വരും. അതിന്റെ 100ാം വാർഷിക അവർ ആഘോഷിക്കാൻ പോണെന്ന്. എടോ, ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുകയല്ലേ വഹാബി ചെയ്തത്? വഹാബി പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നത്തിൽ കണ്ടത് റസൂലുള്ളയാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല, പിശാചായേക്കാം. ഈ വാദം അബ്ദുസ്സലാം സുല്ലമി ഇവിടെ എഴുതി വെച്ചതാ ഷാഫി മദ്ഹബ് എന്നുള്ള പുസ്തകത്തില്. അന്ന് ആ പുസ്തകത്തിൽ അബ്ദുസ്സലാം സുല്ലമി ഇടവണ്ണ ഈ വഹാബി വാദം കൊണ്ടുവന്നപ്പോ അതിന് ഗണ്ണനം എഴുതിയ ഇയാളെ ഉസ്താദ് സാക്ഷാൽ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാര്, അതിന് ആമുഖം എഴുതിയ AP ഉസ്താദ് അന്ന് പ്രത്യേകമായി കോട്ട് ചെയ്ത് എടുത്തു കൊടുത്തു. ഈ പുസ്തകത്തിൽ ഷാഫി മദ്ഹബ് എന്ന ഈ പുസ്തകത്തിൽ തിരുനബി സ്വപ്ന ദർശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന്റെ പരാമർശം പ്രത്യേകം ശ്രദ്ധേയമാണ് എന്ന ആശയം അതിലെടുത്തു കൊടുക്കുക അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക, അന്ന് ഈ പറഞ്ഞ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അബ്ദുസ്സലാം സുല്ലമിയുടെ വാദത്തിന് ഗണ്ണനം എഴുതി. റസൂലുള്ളാഹിയുടെ കോലത്തിൽ പിശാച് വന്നേക്കാം എന്ന് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞപ്പോ അതിന് മറുപടി എഴുതി. ചോദിക്കട്ടെ, 100ാം വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സമസ്തയുടെ ആദർശം അചഞ്ചലമാണെന്ന് പറഞ്ഞ മാളിയക്കൽ ഫഖാഫി താങ്കളുടെ സാക്ഷാൽ ഉസ്താദായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ഇന്നെന്തേ പേന ചലിപ്പിക്കാൻ കഴിയുന്നില്ലേ? ഇന്നെന്തേ അയാളെ നാവരങ്ങുന്നില്ലേ? അന്ന് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ വാദം ഇന്ന് നേരത്തെ റസൂലുള്ളാഹിക്കെതിരെ ആരോപണം ഉന്നയിച്ച അതേ പേരോട്ടുകാരൻ മുത്തു റസൂലിന്റെ സ്വപ്ന ദർശനവുമായി ബന്ധപ്പെട്ട് അയാൾ നടത്തിയ പ്രസംഗത്തിൽ അയാൾ പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. എത്ര അപകടം പിടിച്ച വഹാബിവാദമാണ്. നിങ്ങളുടെ ആദർശ അചഞ്ചലം, തേങ്ങാക്കൊല നിങ്ങളുടെ ആദർശം വെച്ചുകൊടുക്കും എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ മൻറആനി ഫിൽ മനബി, അതേ സ്വപ്നത്തിൽ എന്നെ വല്ലവരും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, ശൈത്താൻ എന്റെ കോലത്തിൽ വരൂല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇമാമിങ്ങൾ ആ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇമാം സർക്കസി വിവരിച്ചിട്ടുണ്ട്, അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട്. അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ്. സഹാബികൾ നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂലുള്ളയാണെന്ന് അവർക്ക് മനസ്സിലാകും. രണ്ടാമത്തത്, അവര് നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പതിഞ്ഞ ഒരാൾ, അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂലുള്ളയാണെന്ന് അദ്ദേഹത്തിന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ്. അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാൾ ഇത് റസൂലുള്ളയാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാഹിനെയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം എന്നാണ് ഇമാം ഖറാഫിയും ഇമാം സക്കരി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ഖറാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതാ ഇമാമിങ്ങളെ പേരിൽ ഈ ദജ്ജാല് പച്ചക്കള്ളം പറഞ്ഞതാണ്. ഒരു സംശയം അതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്താലേ നമ്മള്
ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ അതിനെ പിന്താങ്ങി വന്ന ഒരു അടപ്പ് തള്ളി പോയതല്ലേ ഇവിടുന്ന്, നമുക്കറിയാലോ അതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ യാതൊരു നിലക്കും പിശാചിന് മുത്തുനബിയാണെന്ന് അഡ്രസ് ചെയ്ത് കടന്നു വരാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞിട്ട് വരാനോ, റസൂലാണെന്ന് ധ്വനിപ്പിച്ചു വരാനോ, റസൂലാണെന്ന് തോന്നിപ്പിച്ചു വരാനോ ഒരു സാധ്യതയും ഇല്ല. മുത്തുനബി അഡ്രസ് ചെയ്ത് സ്വപ്നത്തിൽ പിശാചിന് കടന്നു വരാൻ കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ ലക്ഷണം കെട്ടവൻ പറഞ്ഞത്? അബ്ദുസലാം സുല്ലമി അന്ന് പറഞ്ഞ അതേ വാദം. എന്തേ മാളിയക്കൽ സഖാഫി, നിങ്ങളെ ഗുരുനാഥൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ഇന്ന് പേന എടുക്കാൻ കഴിയുന്നില്ലേ? ഇന്നെന്തേ അയാളുടെ നാവനങ്ങുന്നില്ലേ? അന്ന് അബ്ദുസലാം സുല്ലമി പറഞ്ഞ അതേ പിഴച്ചവാദം ഇന്ന് നിങ്ങളുടെ താവളത്തിൽ നിന്ന്, നിങ്ങളുടെ പാളയത്തിൽ നിന്ന് സാക്ഷാൽ പേരോട്ടുകാരൻ വിസർജിക്കുന്നു ആ വഹാബി ആശയം. എന്തേ മറുപടി പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുല്ലേ? ഏതാ ചഞ്ചലമായ ആദർശാടോങ്ങളത്? എന്റെ പേരോട് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഒരാൾ, ഇപ്പൊ റസൂലുള്ളാഹിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ട റസൂലാന്ന് ഉറപ്പിക്കണമെങ്കിൽ ആരായിരിക്കണം കാണുന്നത്? ഒന്നുകിൽ സഹാബി ആയിരിക്കണം, ഇല്ലെങ്കിലോ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണം അത്രമാത്രം പഠിച്ച് മനസ്സിലാക്കിയ ഒരു പണ്ഡിതനായിരിക്കണം. ഇതല്ലാത്ത മറ്റൊരാൾ കണ്ടാലോ അത് പിശാചായേക്കാം. പച്ച നുണയാനിട്ടോ ഇയാളി പറഞ്ഞത്. വെള്ളം ചേർത്താത്ത ശുദ്ധമായ, അതെ ഇവിടെ വളരെ കൃത്യമായി വലിയ കബളിപ്പിക്കലാണ് ഇയാൾ ഈ നടത്തിയത്. നട്ടാൽ മുളക്കാത്ത കടുത്ത കളവ് ഈ കാട്ടുകള്ളം പറഞ്ഞതാ, ഈ ചെങ്ങാതി പറഞ്ഞതാ. എന്നിട്ട് ഇതാത്ര അചഞ്ചലമായ ആദർശം നിങ്ങളെ 100. ഇനി പോരാ, ആ ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നത് അതബല്ല. ഇതൊക്കെ ആര് പറഞ്ഞതാ? പണ്ട് വഹാബി പറഞ്ഞ വാദങ്ങളാ. ഇപ്പൊ പറയണെന്ത്? റസൂലുള്ളാഹ് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതബല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖ് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതബല്ല, ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതബല്ല. എടോ, ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നതാണ് അദബ്, റസൂലുള്ളാഹ് സഹായിച്ചു എന്ന് പറയുന്നതാണ് അദബ്. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. മുഹിയുദ്ദീൻ ഷെയ്ഖ് സഹായിച്ചു എന്ന് പറയുന്നതാണ് അദബ്. അതല്ലേ ഇമാമിങ്ങൾ മുഴുവനും പഠിപ്പിച്ചത്, സഹാബത്ത് മുഴുവനും പഠിപ്പിച്ചത്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതല്ലേ ബിസിഫാക, അങ്ങയുടെ ശിഫ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ എന്നെ ശിഫയാക്കി. റസൂലുള്ളാഹ് തന്നു എന്നല്ലേ അപ്പറഞ്ഞത്? ഇതിനെയൊക്കെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പറയുന്നത് അതബല്ല. ഇത് ഇയാള് വഹാബിനും കടത്തിവിട്ടില്ലേ? നിങ്ങളെ ആദർശ അജഞ്ചലം, അസല അജഞ്ചല പറയണ കേട്ടോ. നിങ്ങള് അള്ളന്നെയാണ് തരുന്നത് എന്ന കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഞാനെല്ലാം നൽകിയിട്ടുണ്ട്. കിട്ടിയ മുത്ത് റസൂല് പറയുന്നതോ ഇന്നി ഉഅ്തീതു മഫാതീഹ ഖസാഇനിൽ അർളി വസ്സമാ, ആകാശഭൂമികളിൽ എന്തെല്ലാം ഖജാനകളുണ്ടോ അതിന്റെ മുഴുവനും താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നൽകി അനുഗ്രഹിച്ച മുത്തു റസൂൽ, ലോകത്തെ മുഴുവനും നിയന്ത്രണാധികാരമുള്ള മുത്തു റസൂൽ, രാജാവായ മുത്തു റസൂൽ, സയ്യിദുൽ അവ്വലീൻ മുത്തു റസൂൽ, സയ്യിദുൽ ആഖിരീൻ മുത്തു റസൂൽ, സയ്യിദുൽ സഖലൈൻ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തിലും മുത്തായ മുത്തു റസൂലിനെ സംബന്ധിച്ച് ഈ ലക്ഷണം കെട്ട ചെങ്ങാതി പറഞ്ഞ വാക്കെന്താ?
അല്ലാഹുവിന്റെ റസൂല് ഒന്നിനും കഴിയാതെ കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ്. നിങ്ങളെ ആദർശ അജഞ്ചലല്ലേ? നിങ്ങളെ ആദർശം കുഴഞ്ഞ ആദർശ. നിങ്ങൾ ഒന്നിനും കഴിയാതെ കുഴഞ്ഞു കിടക്കണ വാപ്പേ, ആ വാപ്പാടെ ആദർശം നിങ്ങൾക്കുള്ളത്. ഞങ്ങളെ മുത്തിലും മുത്തായ മുത്തു റസൂൽ കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്ന് ഇന്ന് വരെ ഒരു വഹാബി പറയാത്ത, മൗദൂദി പറയാത്ത, തബ്ലീഗുകാരൻ പറയാത്ത, ഒരു നിരീശ്വരവാദിയോ യുക്തിവാദിയോ പോലും പറയാത്ത ഏറ്റവും തരം താഴ്ന്ന വാക്ക് അത് പറഞ്ഞവരാണ് ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കാൻ പോണ്. എന്നിട്ടോ പറയാ അചഞ്ചലമായ ആദർശാണ്. ആരത്? ഓൻ്റെതേ വെച്ചു കൊടുക്ക്. കുഴഞ്ഞടക്കുന്ന വാപ്പാന്ന് മുത്ത് റസൂലിനെ പറ്റി പറയണ ആദർശം എങ്ങനെയാണോ മാളി അചഞ്ചലായ ആദർശാവുക? വെച്ചു കൊടുക്ക്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങള് വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ അയാള് ഉദാഹരിച്ച എന്താ? ഒന്നിനും കഴിയാതെ അവശനായി കിടക്കുന്ന വാപ്പ. ഇതിനൊക്കെ കഴിയണ വാപ്പാരുണ്ട്, അതിനോട് തന്നെ ഉദാഹരിക്കാൻ പറ്റൂല ഹബീബരായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതിനേക്കാളും നിന്ദ്യമാക്കുന്ന രൂപത്തിലുള്ള പരാമർശമല്ലേ ഈ ചങ്ങാതി നടത്തിയത്? ഒന്നിനും കഴിയാതെ അവശനായി കുഴഞ്ഞു കിടക്കുന്ന വാപ്പ എന്ന് മുത്തു റസൂലിനെ പറ്റി പറയാ. എന്നിട്ട് പറ ഞങ്ങളെ ആദർശം അചഞ്ചലമാണ്, നിങ്ങളെ ആദർശം കുഴഞ്ഞതാണ്. കുഴഞ്ഞ ആദർശമായിട്ട് അതാ പറഞ്ഞ് നിങ്ങൾ 100 അല്ല, നിങ്ങൾ മറ്റേ ചുണ്ണാമ്പ് ആഘോഷിച്ചോളെ. ആ വെറ്റിലയിൽ പറ്റണ 100 ഉണ്ടല്ലോ, അതാ നിങ്ങൾ ആഘോഷിക്കണം. നിങ്ങളെ 100 അല്ലാഹുവിന്റെ ഇനി എത്ര ഉണ്ട് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത്? സമയത്തിന്റെ പരിമിതി പരിഗണിച്ച് മോനെ അവസാനത്തെ ക്ലിപ്പ് ഒന്ന് വെച്ചു കൊടുക്കട്ടോ. മാളിനോട് പറയാനുള്ള എന്താ അറിയോ? മാളിനോട് പറയാനുള്ള 13 വെച്ചു കൊടുക്കും. മാളിനോട് പറയാനുള്ളത് അചഞ്ചലമായ ആദർശം എന്നിട്ടുള്ള ആ പാർച്ചലുമായിട്ട് തൽക്കാലം പ്രബുദ്ധ കൈരളിക്കുമ്പിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടണ്ട. നിങ്ങൾ കർണാടകയിൽ അടച്ചിട്ട റൂമിൽ പോയിട്ട് പ്രസംഗിച്ച് മുഷ്ടിൻ ചുരുട്ടി ഉസാറാക്കിയിട്ട് നിങ്ങൾക്ക് കൊടിയുണ്ട്, വടിയുണ്ട്, നിങ്ങൾക്ക് SYS 70 ഉണ്ട്, സിറാജിന് 40 ഉണ്ട്, മറ്റേന് 53 ഉണ്ട്, ഇതിന് 54 ഉണ്ട്. അല്ല ചങ്ങായിമാരെ, സുന്നത്തി ബേസബോർഡ് അപ്പം അറിയില്ല? അതില്ല, അത് പറയില്ല. അതിന്റെ ബുക്ക് കട്ട് വിറ്റിട്ട് കട്ടടിച്ചിട്ട് ശിവകാശി പോയിട്ട് അടിച്ചിട്ട് പിടിച്ചിട്ട് കൊളായില്ലേ? അതൊന്നുമില്ല. സുന്നി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അത് പിടുത്തം വിട്ടിക്കണ്. പിന്നെ ജമിയത്തുൽ മുഅല്ലിമീൻ അതുമില്ല. അവനാർക്കുള്ള ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിരകി ഇങ്ങനെ പറയാ. എന്നിട്ട് പറയാ ഈ 100 എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ആദർശമില്ല, ഒരു തേങ്ങാക്കൊലി നിങ്ങൾക്കില്ല. നിങ്ങൾക്കുള്ള ഒരു സാധനം ഉണ്ട്, അത് മാളിയന്റെ ഇടയിൽ കൂടെ പറഞ്ഞു. അതിൽ നമ്മളൊക്കെ അത് പിന്നെ ചിലപ്പോൾ ഉണ്ടായിക്കോടാന്നില്ല. അല്ല, അങ്ങനെയാണ് അതിന്റെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അത് മാളി എന്ന് പറഞ്ഞോട്ടെ. ഈ 100 നമ്മളീ പറഞ്ഞ 100 ഉണ്ടല്ലോ, ഇപ്പോഴും വേണമെങ്കിൽ 100 എണ്ണത്തിന് ഉണ്ടാക്കാൻ പറ്റും. 100 അത് റെഡിയാ. അതിൽ നിങ്ങളെടുത്ത് കാര്യത്തൂല. ഞാൻ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, ആ 100 അത് നിങ്ങൾക്കുണ്ട്. മറ്റുള്ളത് പറഞ്ഞു ഒന്നും നിങ്ങൾക്കില്ല. ആദർശം അശേഷം നിങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ല. ആദർശ ശൂന്യതയുടെ ആൾക്കൂട്ടമായ ഈ AP സമസ്ത എന്ന ഈ ഏടാകൂടത്തെ ഈ മുസ്ലിം ഉമ്മത്ത് അർഹിക്കുന്ന അവറ്റയോടെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. നിങ്ങൾക്ക് മശായിഖിന്റെ പിന്തുണയില്ല, നിങ്ങൾക്ക് മശായിഖന്മാരുടെ മദദില്ല. നിങ്ങൾ റസൂലുള്ളാഹിയുടെ പ്രതിപക്ഷത്താ, നിങ്ങൾ അഹ്ലുൽ ബൈത്തിന്റെ പ്രതിപക്ഷത്താ, നിങ്ങൾ മശായിഖിന്റെ പ്രതിപക്ഷത്താ. നിങ്ങളെല്ലാം കൊണ്ടും നശിച്ചവരാ. അല്ലാഹു ഈ നശിച്ച ആളുകളിൽ നിന്ന് ഈ ഉമ്മത്തിന് കാവൽ നൽകട്ടെ.